മോഹൻലാലിൻ്റെ ചേട്ടനെ കുറിച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എപ്പിസോഡൊന്നും പോരാ, ഒരു 10 എപ്പിസോഡ് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതെന്തായാലും ഒരു ചെറിയൊരു എപ്പിസോഡായിട്ട് പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനേക്കാളും അഭിനയിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു പ്യാരിലാൽ, മോഹൻലാലിൻ്റെ ചേട്ടൻ. മോഹൻലാലിൻ്റെ ചേട്ടനാണ് സിനിമയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയതും. കിളിക്കൊഞ്ചലെന്ന് പറഞ്ഞ പടത്തിൽ ഒരു രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇവർ ആദ്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരിചയക്കാരും എല്ലാം പ്യാരിലാലിനാണെന്ന്. മോഹൻലാൽ സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ചേട്ടൻ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയിലേക്ക് വന്നത് തന്നെ. അങ്ങനെ ആ ചേട്ടൻ്റെ മറികടന്നുകൊണ്ട് പ്രിയദർശനും അതുപോലെ തന്നെ സുരേഷ് കുമാറും കാരണമാണ് മോഹൻലാൽ ഈ നിലയിലേക്ക് എത്തിയത്. മോഹൻലാലിൻ്റെ ഫോട്ടോ പുതിയ സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുക്കാനും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാനും അത് ഹിറ്റാവാനും പിന്നെ അവിടെ നിന്ന് മോഹൻലാലിൻ്റെ വളർച്ചയായിരുന്നു. പക്ഷേ ഈ മോഹൻലാലിൻ്റെ വളർച്ചയുടെ ഇടയിൽ മോഹൻലാൽ ചേട്ടനെ ശ്രദ്ധിച്ചില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഫുൾ ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസും ഷൂട്ടിങ്ങും ലൊക്കേഷനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ചേട്ടൻ പല ബിസിനസ്സുകളും നോക്കി, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. കല്യാണം കഴിച്ചു, കുട്ടികളായി, എല്ലാം കഷ്ടത്തിലായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തുണ്ടായ അച്ഛൻ ഭയങ്കര പിടിവാശിക്കാരനാണ്. അച്ഛനോട് ചോദിച്ചു, എനിക്ക് ഭാഗം തരണം, എനിക്ക് കുറേ കടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഭാഗം വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല, നീക്ക് ഉണ്ടായിരുന്നൊക്കെ നീ നശിപ്പിച്ചു, ഇനി നിനക്ക് 10 പൈസ ബിസിനസ്സും തരില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ അനാവശ്യ കൂട്ടുകെട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തുണ്ടായി, അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. വളരെ ഒരു വിഷമിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മോഹൻലാൽ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ചേട്ടന് വേറെ കുറേ സഹായങ്ങൾ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ലാലേട്ടൻ അറിയിച്ചില്ല. ലാലേട്ടൻ വല്ലപ്പോഴല്ല വരുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളും ജീവിക്കാനുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ അതൊന്നും ലാലേട്ടനെ അറിയിക്കാണ്ട്, ലാലേട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലുണ്ണി പോലെയാണ് ചേട്ടനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ലാലേട്ടനും ഈ വീടായിട്ട് ബന്ധപ്പെടാനും ചേട്ടന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാനും ലാലേട്ടനും കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞതോടുകൂടിയിട്ട് ആ കുടുംബം അനാഥമായി. 2 കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ആ ഭാര്യയ്ക്ക്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവിക്കാൻ വഴിയില്ലാണ്ട് അവരെന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വത്ത് തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ഇടപെട്ടു. ലാലേട്ടൻ ഇടപെട്ടിട്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. നല്ല രീതിയിൽ ഇപ്പോൾ അവർ ജീവിക്കുന്നു. ലാലേട്ടൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ട്. പ്രണവ് മോഹൻലാൽ എപ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ പോയി കാണും. അവർക്ക് നല്ല സഹായം പ്രണവ് മോഹൻലാലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. 2 മക്കളുണ്ട്, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. അത് നല്ല ഒരു അന്ന് ചേട്ടൻ ചെയ്തൊരു ബുദ്ധിമോശം, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ ഈ നിലയിൽ മദ്രാസിൽ ജീവിക്കാൻ ചെന്നാൽ നേരിട്ട് സിനിമാ മോഹമായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി പറഞ്ഞു. ഇവിടെ ബിസിനസ് ഒന്നും ചെയ്തൊന്നും പൊളിയേണ്ട, കാശിന് ഈ ദാരിദ്ര്യം പിടിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളൊന്നും